ഹായ്, ഓർത്തോക്സ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചാണ്. ഒരുവിധം എല്ലാ പി എസ് സി പരീക്ഷകളിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചോദ്യ സാധ്യതകളുള്ള ഒരു ടോപ്പിക്കാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ഒരു ക്രാഷ് രൂപത്തിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ യൂറോപ്യൻ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് പോർച്ചുഗീസുകാരെ കുറിച്ച്, അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാർ, ഡച്ചുകാർ, അതിൽ ഹോർത്തൂസ് മലബാറിക്കസ്, ദെൻ ഡാനിഷ്, ഫ്രഞ്ച് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച്, ദെൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചതിനെക്കുറിച്ച് മറ്റൊരു ക്ലാസ് നമുക്ക് ചെയ്യാം. ഇന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അക്ബറുടെ സദസ്സ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ, മുഗൾ ഭരണാധികാരി അക്ബറുടെ സദസ്സ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. നമുക്കറിയാം, മാസ്റ്റർ റാൽഫ് ഫിച്ചിനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ്. നമ്മൾ ഇന്ത്യയിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെടുന്ന മാസ്റ്റർ റാൽഫ് ഫിച്ചാണ് അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ. അപ്പം ഇനി മറക്കില്ലല്ലോ, അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് കേട്ടോ. ആരാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന മാസ്റ്റർ റാൽഫ് ഫിച്ച്? ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്തുവാൻ അനുമതി ലഭിച്ച ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ പേരാണ് റോയൽ ചാർട്ടർ. എന്താണ് ഉടമ്പടിയുടെ പേര്? എന്താണ്? റോയൽ ചാർട്ടർ എന്നാണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്തുവാൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ ഉടമ്പടി. ഇത് അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി 1. ഓക്കെ, എലിസബത്ത് ഒന്നാമത്തെ രാജ്ഞിയാണ്. എലിസബത്ത് രാജ്ഞി 1 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്തുവാൻ അനുമതി നൽകിക്കൊണ്ടുള്ള റോയൽ ചാർട്ടർ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബർ മാസം 31-ാം തീയതിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ 1600 ഡിസംബർ മാസം 31-ാം തീയതിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഈ രൂപീകരണത്തിന്, ഈ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചന്റ് അഡ്വഞ്ചറീസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് ഏത്? മെർച്ചന്റ് അഡ്വഞ്ചറീസ്. ഏതാണ് ആ കമ്പനിയുടെ പേര്? എന്താണ്? മെർച്ചന്റ് അഡ്വഞ്ചറീസ് എന്നാണ്. രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചന്റ് അഡ്വഞ്ചറീസ്. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമമായിരുന്നു ജോൺ കമ്പനി എന്നാണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേര് എന്താണ്? ജോൺ കമ്പനി എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് ഏത്? റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏതെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ആണ് ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണ് കേട്ടോ. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? സൂററ്റിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? സൂററ്റിലാണ്. ദെൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. അദ്ദേഹമാണ് ജോൺ മിൽഡൻ ഫോർഡ്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നത്
വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഫോൾ. അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് തന്നെ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആഗ്രയിൽ, ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ജോൺ മിൽട്ടൺ ഫോളിൻ്റെ ഇന്ത്യയിൽ ശവകുടീരമുള്ള ആദ്യത്തെ ഇംഗ്ലീഷുകാരനൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത് ഈ ജോൺ മിൽട്ടൺ ഫോളിനെയാണ്. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ആര്? ജോൺ മിൽട്ടൺ ഫോൾ ആണ്. ഓക്കെ, ജോൺ മിൽട്ടൺ ഫോൾ. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിൻ്റെ പേര് എന്താണ്? ഹെക്ടർ ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കപ്പലിൻ്റെ പേര് എന്താണ്? ഹെക്ടർ എന്നതാണ്. ഹെക്ടർ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിൻ്റെ പേരാണ്. ഏതാണ്? ഹെക്ടർ എന്നാണ് കപ്പലിൻ്റെ പേര്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തിയായിരുന്നത് ആരാണ്? അക്ബറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തിയായിരുന്നത് ആരാണ്? അക്ബറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്ന അക്ബർ. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്തുവാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ആര്? ജഹാംഗീർ. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്ന ആരാണ്? ഇന്ത്യൻ ചക്രവർത്തിയായിരുന്നു അക്ബർ. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്തുവാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ്? ജഹാംഗീർ ആണ്. കച്ചവടം നടത്തുവാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത് ജഹാംഗീർ ആണ് കേട്ടോ. ആരാണ്? ജഹാംഗീർ ആണ്. അപ്പോൾ ഇത് മാറിപ്പോരുത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തി അക്ബർ. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്തുവാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? ജഹാംഗീർ ആണ്. ദെൻ മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരാണ് ആര്? വില്യം ഹോക്കിൻസും അതുപോലെ തന്നെ തോമസ് റോയും. വില്യം ഹോക്കിൻസ് 1608-ലും തോമസ് റോ 1615-ലുമാണ് സദസ്സ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസും അതുപോലെ തന്നെ തോമസ് റോയും. വില്യം ഹോക്കിൻസ് 1608-ലും തോമസ് റോ 1615-ലുമാണ് സദസ്സ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന കോട്ടയാണ് ഏത്? സെന്റ് ജോർജ് കോട്ട, മദ്രാസിൽ 1644. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട. ഇത് മദ്രാസിലാണ്. ഏത് വർഷം സ്ഥാപിച്ചു? 1644 സ്ഥാപിക്കുകയുണ്ടായി. ദെൻ ഈ സെന്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സെന്റ് ജോർജ് കോട്ട സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഫ്രാൻസിസ് ഡേ ആണ്. ഓക്കെ, ആരാണ് സെന്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ 1644 മദ്രാസിൽ സെന്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ആര് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഫ്രാൻസിസ് ഡേ ആണ്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. ദെൻ പിന്നെ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയ വർഷം. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യം മനസ്സിലാക്കാം. ഏതാണ്? കമ്പനിയുടെ ആദ്യകാല തലസ്ഥാനം എവിടെയായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യകാല തലസ്ഥാനം സൂററ്റിലായിരുന്നു. പിന്നെ അത് എങ്ങോട്ട് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. എന്ന് മാറ്റി? 1687. അപ്പോൾ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന ഏത് വർഷമാ എന്ന് ചോദിച്ചാൽ 1687-ലാണ് അതിൻ്റെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ദെൻ സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ഓക്കെ, 1615-ലാണ് കേട്ടോ. കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ദെൻ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തി തുടങ്ങിയത് ഇതേ 1615-ലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ്? 1615-ലാണ് ഇവർ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ദെൻ അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ കോട്ട സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന അഞ്ചുതെങ്ങിലാണ് 1695. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ് 1695. ദെൻ കേരളത്തിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് വിഴിഞ്ഞത്താണ്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കാര്യമാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിൽ, ദെൻ പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്ത്. അഞ്ചുതെങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കേരളത്തിൽ ബ്രിട്ടീഷുകാരെ നേരിടേണ്ടി വന്ന ആദ്യത്തെ എതിർപ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ കലാപമാണ് ഏത്? അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ കലാപം 1697. എന്നാൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ട് പറയുന്ന ഏതാണ്? ആറ്റിങ്ങലാണ്.
അത് 1721. ഇത് പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്തതായിരുന്നു ഇന്ത്യക്കാർ, കേരളക്കാർ. മറ്റത് പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടായ ഒരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ സമരം അല്ലെങ്കിൽ കലാപം എന്ന് പറഞ്ഞാൽ അഞ്ചുതെങ്ങ് കലാപം. എന്നാൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ട് പറയുന്നത് ഏതാണ്? സംഘടിത കലാപമായിട്ട് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ് 1721. ദെൻ ഇംഗ്ലീഷുകാർ എന്ന് അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടുകാരെ അല്ലെങ്കിൽ ബ്രിട്ടൻകാരെയാണ്. പിന്നെ കേരളത്തിൻ്റെ ചരിത്ര രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഇംഗ്ലണ്ടിനെ ഷീമ എന്ന് വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ചരിത്ര രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ ഷീമ എന്ന്, കേരളത്തിൽ ഷീമ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറങ്കികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരെയാണ്. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. ദെൻ പരന്ത്രേസുകാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ചുകാരെയും, ലന്തക്കാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡച്ചുകാരെയും, അതുപോലെ തന്നെ ഡാനിഷ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡെൻമാർക്കുകാരെയുമാണ്. അപ്പോൾ ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുക. സാധാരണ ചോദിക്കാറുണ്ട്, ഈ പരന്ത്രീസ് ലന്തക്കാരൊക്കെ ചോദ്യം ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷുകാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇംഗ്ലണ്ട്, ദെൻ പറങ്കികൾ പോർച്ചുഗീസുകാർ, ദെൻ പരന്ത്രീസുകാർ ഫ്രഞ്ച്, ലന്തക്കാർ ഡച്ച്, ഡാനിഷ്, ഡെൻമാർക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് നമുക്കൊന്നും കൂടെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പോൾ അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. അദ്ദേഹമാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്തുവാൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ ഉടമ്പടി പ്രകാരമാണ് അനുമതി ലഭിച്ചത്. അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് I. ദെൻ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബർ 31. രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചന്റ് അഡ്വഞ്ചറീസ്. ദെൻ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമമായിരുന്നു ജോൺ കമ്പനി. ദെൻ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. 1773 ഈ ആക്ട് പാസാക്കിയത്. ദെൻ പിന്നെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറിയാണ് സൂററ്റിലാണ്. ദെൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഫോൾ. ദെൻ കപ്പൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കപ്പലാണ് ഹെക്ടർ. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്നത് അക്ബറാണ്. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്തുവാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. പിന്നെ മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും. വില്യം ഹോക്കിൻസ് 1608 തോമസ് റോ 1615 സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട. മദ്രാസിലെ 1644 ഈ കോട്ട നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. പിന്നെ പറഞ്ഞു കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് 1687. ദെൻ സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ കീലിംഗ്. ദെൻ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം 1615. പിന്നെ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ പണ്ടകശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന വിഴിഞ്ഞത്താണ്. പിന്നെ ഇംഗ്ലീഷുകാർ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻകാരെ. ദെൻ ഇംഗ്ലണ്ടിനെ കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടത് ഡച്ചുകാർ. ഡാനിഷ് എന്നറിയപ്പെട്ടത് ഡെൻമാർക്കുകാരെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലാസ് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെയുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ലഭ്യമാകുവാൻ നിങ്ങൾക്ക് ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ജോയിൻ ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. പക്ഷേ ചെറിയൊരു ഡിലേ ഉണ്ടാകും, ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നത് കൊണ്ട്. ടെലഗ്രാം ആകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ കയറിയിട്ട് ഓർട്ടോക്സ് PSC എന്ന ലിങ്കിലേക്ക് ഇത് സെർച്ച് ചെയ്തിട്ട് അതിലേക്ക് ആ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.